ഇന്ന് ഏപ്രിൽ 10-ാം തീയതിയാണ്. അതൊരു ശുഭദിനമാണ്. ഇന്ന് നിതീഷ് കുമാർ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഏകദേശം 50 വർഷം നീണ്ട ഒരു കരിയറുണ്ട്. സംസ്ഥാന വിധാൻസഭ, സംസ്ഥാന വിധാൻ പരിഷത്ത്, ലോക്സഭ, ഇപ്പോൾ രാജ്യസഭ എന്നിവയിൽ അംഗമായിരുന്ന ചുരുക്കം ചില രാഷ്ട്രീയക്കാരിൽ ഒരാളായിരിക്കാം അദ്ദേഹം. ഇപ്പോൾ നിതീഷ് ബാബു അദ്ദേഹത്തിൻ്റെ അവസാന ഇന്നിങ്സാണ്. അതുകൊണ്ട് മനീഷ് ബാബുവും ഞാനും മുന്നോട്ട് പോകുമ്പോൾ നിതീഷ് ബാബുവിൻ്റെ പൈതൃകത്തിന് എന്ത് സംഭവിക്കുമെന്ന് ചർച്ച ചെയ്യാൻ പോകുന്നു. പറയൂ. ഒന്ന്, നിങ്ങൾ പറഞ്ഞതുപോലെ 4 സഭകളിലും, അതായത് ലോക്സഭ, രാജ്യസഭ, വിധാൻസഭ, വിധാൻ പരിഷത്ത് എന്നിവിടങ്ങളിൽ പോകാൻ അവസരം ലഭിച്ച ബീഹാറിലെ എണ്ണപ്പെട്ട രാഷ്ട്രീയക്കാരിൽ ഒരാളായി അദ്ദേഹം മാറി. ഇത് നിതീഷ് കുമാറിൻ്റെ ഒരു വലിയ ആഗ്രഹം കൂടിയായിരുന്നു. എന്നാൽ നിതീഷ് കുമാർ ഇന്ന് പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും ഒരു ധാരണയുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പമില്ല. കൂടാതെ വരുന്ന ദിവസങ്ങളിൽ അടുത്ത 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഇതിനുശേഷം NDA നിയമസഭാ കക്ഷിയോഗം ചേരും. അതിൻ്റെ പുതിയ നേതാവ് ജനതാദൾ യുണൈറ്റഡിൽ നിന്നായിരിക്കില്ല, BJPയിൽ നിന്നായിരിക്കും. അതായത് നിതീഷ് കുമാറിൻ്റെ ജീവിതകാലത്ത് തന്നെ ആ കിരീടം BJPയുടെ കൈകളിലേക്ക് പോകുകയാണ്. മുഖ്യമന്ത്രി കസേര ഇപ്പോൾ നിതീഷ് കുമാറിൽ നിന്ന് BJPയുടെ ഒരു MLAക്ക്. ബീഹാറിൽ ആദ്യമായാണ് ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്നത്. അത് ശരിയാണോ? ശരിയാണ്. BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും. എന്നാൽ ഈ മുഖ്യമന്ത്രി ജനങ്ങളുടെ ജനവിധിയുടെ അടിസ്ഥാനത്തിലല്ല. കാരണം ജനങ്ങൾ നൽകിയ ജനവിധി നിങ്ങൾക്കും ഓർമ്മയുണ്ടല്ലോ. നിങ്ങളും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിരുന്നല്ലോ. ആ സമയത്തെ മുദ്രാവാക്യം ഇതായിരുന്നു: 25 മുതൽ 30 വരെ വീണ്ടും നിതീഷ് എന്ന്. എന്നാൽ 4 മാസത്തിനുള്ളിൽ ആ സമയത്തും നിതീഷ് കുമാറിന് അസുഖമായിരുന്നു. കാരണം നിങ്ങൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ ആദ്യമായി മാധ്യമങ്ങളുമായി ഒരു ഇടപെടലും നടത്താതിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു റാലിയിൽ എത്തിയപ്പോഴും അദ്ദേഹത്തിന് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ സമയത്തും അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് ബീഹാറിൽ എന്ത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ അത് BJPയുടെ തിരക്കഥ അനുസരിച്ചാണ് സംഭവിക്കുന്നത്. എവിടെയോ BJP ഇത് ആഗ്രഹിച്ചിരുന്നു. കാരണം നിങ്ങൾ ആ പര്യടനം ഓർക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായോ അവരുടെ ഒരു യോഗത്തിലും NDAക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞിരുന്നില്ല. നിതീഷ് കുമാറിനെ മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ അവർ അത് പറഞ്ഞിട്ടുണ്ട്. മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ അവർ പറയാറുണ്ടായിരുന്നു, നിതീഷിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മത്സരിക്കുമെന്ന്. ഇത്തവണ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് അവരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മനീഷ്, എനിക്ക് തോന്നുന്നു ഇത് അവർ മറ്റ് പല സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ ചെറുതായി തുടങ്ങി വലുതായി വളരുന്നു. മഹാരാഷ്ട്ര ഉദാഹരണമായി എടുക്കുക. അതുകൊണ്ട് അവർക്ക് ശക്തിയില്ലാത്ത ഇടങ്ങളിലെ BJPയുടെ തന്ത്രമാണിത്. അവർ ഒരു ജൂനിയർ പങ്കാളിയായി ചെറിയ രീതിയിൽ വന്ന് പതുക്കെ പടിപടിയായി ഉയർന്ന് ഇപ്പോൾ ബീഹാറിൽ അവർ സീനിയർ പങ്കാളിയായിരിക്കുന്നു. BJP അതിൻ്റെ സഖ്യകക്ഷികളുടെ നഷ്ടത്തിലാണ് നേട്ടമുണ്ടാക്കുന്നത് എന്നത് ശരിയാണ്. ബീഹാറിൽ അവർക്ക് അങ്ങനെയൊരു വിശാലമായ സഖ്യമുണ്ടായിരുന്നതുകൊണ്ടും ഇന്നത്തെ BJP നേതൃത്വത്തിന് ഞാനൊരു ക്രെഡിറ്റ് കൂടി നൽകും. ആ ക്രെഡിറ്റ് അവർക്ക് പോകുന്നു. കാരണം നിതീഷ് കുമാറിന് അസുഖമാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ നിതീഷ് കുമാറിന് എന്ത് സംഭവിച്ചാലും, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയായാലും, അദ്ദേഹത്തിൻ്റെ ശാരീരികാരോഗ്യം എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ പ്രധാന വോട്ടർമാർ അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഒരുപക്ഷെ BJPയുടെ കണ്ണ് ആ പ്രധാന വോട്ടർമാരിലാണ്. അതുകൊണ്ടാണ് നിതീഷ് കുമാറിന് ഇത്രയും ബഹുമാനപ്പെട്ട ഒരു പുറത്തുപോക്ക് നൽകുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു വശം എന്തെന്നാൽ ബീഹാറിൽ ഇന്ന് ഒരു ഭരണമാറ്റം നടക്കുന്നുണ്ടെങ്കിലും NDAയുടെ പ്രധാന വോട്ടർമാർ എവിടെയോ അത്ര സന്തോഷത്തിലല്ല. അതിലൊരു നിരാശയുണ്ട്. നിങ്ങൾ പറയുന്ന നിതീഷ് കുമാറിൻ്റെ പാരമ്പര്യവും അതുതന്നെയാണ്. നിതീഷ് കുമാറിൻ്റെ പാരമ്പര്യം ഇതാണ്: നിതീഷ് കുമാറിന് അസുഖമാണ്, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് BJPയുടെ മുഖ്യമന്ത്രി വരും. എന്നാൽ ആരും ഒരു സന്തോഷവും ആഘോഷിക്കുന്നില്ല. പക്ഷേ വർഷങ്ങളായി ഒരു 2ാം നിരയെ വളർത്തിയെടുക്കുന്നതിൽ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാജയം കൂടിയാണ് ഇത് അർത്ഥമാക്കുന്നത്. അദ്ദേഹം എപ്പോഴും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു, പിന്നെ ആരുമില്ല. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്: BJPയോ ജനതാദളോ അല്ലാത്ത ഈ ഘടകകക്ഷികളെല്ലാം എവിടെയാണ് തങ്ങളുടെ ഇടം കണ്ടെത്തുക? അവരുടെ ഇടം JDUവിനൊപ്പം തന്നെ നിലനിൽക്കുമോ? കാരണം ആവശ്യത്തിന് മത്സരാർത്ഥികളുണ്ട്. കൂടാതെ മിസ്റ്റർ പോലുള്ള ആളുകൾ, കുശ്വാഹ, മിസ്റ്റർ പോലുള്ള ആളുകൾ, പാസ്വാൻ, അവർ അവിടെ തന്നെ തുടരുമോ?
അതോ കൂടുതൽ നല്ല അവസരങ്ങൾ തേടി പോകുമോ? നിതീഷ് പോയ സ്ഥിതിക്ക് അവരിപ്പോൾ ഗവൺമെൻറ് നടത്തിപ്പിൽ കൂടുതൽ പങ്ക് ആവശ്യപ്പെടുമോ? നോക്കൂ, നിതീഷ് കുമാർ അധികാരത്തിലില്ലാതാകുന്നതോടെ ഉപേന്ദ്ര കുശ്വാഹ അല്ലെങ്കിൽ ചിരാഗ് പാസ്വാൻ ഇവരുടെ വിലപേശൽ ശേഷി അല്ലെങ്കിൽ ആ സർക്കാരിലുള്ള അവരുടെ പങ്ക് നമുക്ക് പറയാം അത് വർദ്ധിക്കും. കാരണം നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ആർക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ജനതാദൾ യുണൈറ്റഡിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുത്രനായ നിഷാന്ത്, ഹീസ് ദി ഓൺലി സൺ, അദ്ദേഹം അധികാരത്തിൽ വരികയോ ഉപമുഖ്യമന്ത്രി ആവുകയോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ജനതാദൾ യുണൈറ്റഡിൻ്റെ ശിഥിലീകരണം അല്ലെങ്കിൽ ഡിസ്ഇൻറ്റിഗ്രേഷൻ അപ്പോൾ തന്നെ ആരംഭിക്കും. എന്നാൽ നിഷാന്ത് വന്നാൽ ജനതാദൾ യുണൈറ്റഡ് കുറച്ച് വർഷങ്ങൾ കൂടി സർവൈവ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പറയാം. ശരി, നിങ്ങളിപ്പോൾ എനിക്ക് മഹാരാഷ്ട്ര പോലുള്ള ഒരു ഉദാഹരണമാണ് നൽകുന്നത്. ബാലാസാഹേബ് മരിച്ചു, ഉദ്ധവ് വന്നു, കുറച്ചു കാലം നിലനിന്നു, പിളർന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, അച്ഛനു ശേഷം മകൻ പിൻഗാമിയായി മുഖ്യമന്ത്രിയായ ഒരു കാലമുണ്ടായിരുന്നു എന്നല്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ ചുറ്റും മറ്റ് ആളുകളുണ്ട്. അത് അത്ര ലളിതമല്ല. കാരണം മറ്റ് ആളുകൾക്ക് അഭിലാഷങ്ങളുണ്ട്. ഒരു കുടുംബം നിയന്ത്രിക്കുന്ന പാർട്ടിയിൽ കുടുംബാംഗമല്ലാത്ത ഒരാൾക്ക് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ചില ആളുകൾ പിരിഞ്ഞുപോയി. ABC എന്നിങ്ങനെ സ്വന്തം പാർട്ടികൾ രൂപീകരിക്കാൻ സാധ്യതയുണ്ടോ? നോക്കൂ, റീജിയണൽ പാർട്ടീസിലെ സക്സഷൻ്റെ കാര്യം അത് രണ്ട് തരത്തിലുള്ള സക്സഷനാണ് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴായാലും ഒരു പാർട്ടിയുടെ സ്ഥാപകൻ, അത് ബാലാസാഹേബ് ആകട്ടെ, ലാലു യാദവ് ആകട്ടെ, രാംവിലാസ് പാസ്വാൻ ആകട്ടെ, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയമായി സജീവവും ആരോഗ്യവാനുമായിരുന്നപ്പോൾ അദ്ദേഹം പാരമ്പര്യത്തെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഉദ്ധവ് വന്നപ്പോൾ രാജ് താക്കറേക്ക് അതിൽ വലിയ ദേഷ്യമുണ്ടായിരുന്നു. ഉദ്ധവും വളരെ വിമുഖനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. എന്നാൽ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നാൽ നിതീഷ് കുമാർ ഇന്ന് ആരോഗ്യവാനല്ല. നിതീഷ് കുമാറിന് ജനങ്ങളുടെ ഇടയിൽ പോയി തൻ്റെ മകൻ്റെ തോളിൽ കൈവച്ച് നിങ്ങൾ ഇദ്ദേഹത്തെ സ്വീകരിക്കൂ എന്ന് പറയാൻ കഴിയില്ല. എന്തു തന്നെ സംഭവിച്ചാലും അത് ഒരുതരം നിർബന്ധം അല്ലെങ്കിൽ സമയം അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. കാരണം നിതീഷ് കുമാർ പറഞ്ഞിരുന്നത്, സഹോദര, ഞാൻ എൻ്റെ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല എന്നാണ്. എനിക്ക് എൻ്റെ ബീഹാർ മുഴുവനും എൻ്റെ കുടുംബമാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിതീഷ് കുമാർ തൻ്റെ മകൻ്റെ തോളിൽ കൈവച്ചാൽ BJP എന്തു ചെയ്യും? നിതീഷ് കുമാറിൻ്റെ പാർട്ടി തുടരണമെന്നോ അതോ പിളരണമെന്നോ BJP ആഗ്രഹിക്കുന്നുണ്ടോ? ഏത് പാർട്ടിയായാലും ഏത് സഖ്യകക്ഷിയായാലും തങ്ങളുടെ സഖ്യകക്ഷി ശക്തമാകണമെന്ന് അവർ ആഗ്രഹിക്കുകയില്ല. നിഷാന്ത് വന്നാൽ വരും ദിവസങ്ങളിൽ അവർക്ക് ഈ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ചുകൂടി ദുഷ്കരമാകുമെന്ന് BJPക്കും അറിയാം. അതൊരു തരത്തിൽ നോക്കൂ, BJP എന്ന പാർട്ടി ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും സഖ്യകക്ഷികൾ ശിഥിലമാകും തോറും, സഖ്യകക്ഷികൾ ദുർബലരാകും തോറും BJP ശക്തിപ്പെടുമെന്നാണ്. നിഷാന്ത് വന്നാൽ ജനതാദൾ യു ഇതേ രൂപത്തിൽ തന്നെ തുടരും. ജനതാദൾ യുവിൻ്റെ വോട്ടർ നിഷാന്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ അതിൽ BJPക്ക് ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേക്കാമെങ്കിലും അവരുടെ വോട്ട് അവർക്ക് ലഭിക്കില്ല. ജനതാദൾ യുണൈറ്റഡിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയുണ്ടായാൽ ആർക്കാണ് കൂടുതൽ നേട്ടമുണ്ടാകാൻ സാധ്യത? ഏതൊക്കെ വിഭാഗങ്ങൾക്ക്? അവരെല്ലാവരും ഒരിടത്തേക്ക് പോകില്ല. പലരും അവിടെ തന്നെ തുടരും. അവർ BJPയിലേക്ക് പോകുമോ? അവർ ഒരു പാസ്വാനിലേക്ക് പോകുമോ? അവരൊരു കുശ്വാഹയിലേക്ക് പോകുമോ? അവരെവിടെ പോകും? നോക്കൂ, ഭൂരിപക്ഷവും BJPക്കൊപ്പം പോകും. കാരണം നോക്കൂ, ജനതാദൾ പോകും എന്നതിനർത്ഥം അവർ അതിൻ്റെ ഭാഗമാകും, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കും എന്നാണ്. അവർ പിന്തുണയ്ക്കും. കാരണം നോക്കൂ, ജനതാദൾ യുണൈറ്റഡിൻ്റെ പ്രധാന വോട്ടർമാരും 20 വർഷമായി അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് ഒരു തരത്തിൽ അതിന് അടിമകളാണ്. അവരും അധികാരവുമായി സമ്പർക്കത്തിലായിട്ടുണ്ട്. അതിനാൽ അവർ അധികാരത്തിനൊപ്പം നീങ്ങും. എന്നാൽ ഒരു വിഭാഗമുണ്ട്, അതെ, ഞങ്ങൾക്ക് ഈ അധികാരത്തിൽ പങ്കാളിത്തമോ ഭാഗഭാഗിത്തമോ ലഭിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ RJDയുടെ ഭാഗത്തേക്ക് പോകും. എന്നാൽ ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് BJP ജനതാദൾ യുണൈറ്റഡിൻ്റെ പ്രധാന വോട്ടർമാരെയും അവരുടെ പ്രതിനിധികളെയും എങ്ങനെ തങ്ങളോടൊപ്പം ചേർക്കുന്നതിൽ വിജയിക്കുന്നു എന്നതിനെയാണ്. നോക്കൂ, ദൊറാവ്, ഇന്നത്തെ BJP, അവരുടെ പക്കൽ അത്രയധികം വിഭവങ്ങളുണ്ട്. അവർക്കുള്ള നേതാക്കൾ രാപ്പകലില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അവർ ഒരിക്കലും ഒരു ഇടവേള എടുക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊരു വെല്ലുവിളിയാണെന്ന് അവർക്കും അറിയാം. ആ വെല്ലുവിളിയെ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് നന്നായി അറിയാം. അടുത്തിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട്
അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കാൻ അവർക്ക് 4 വർഷം കിട്ടിയിട്ടുണ്ട്. എന്നാൽ JDUവിലെ ആളുകൾ RJDയിലേക്ക് പോലും പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ തൽക്കാലം പോകില്ല. അല്ല, ചോദ്യം ഇതാണ്. നിങ്ങൾക്കറിയാമോ, ഇത് ഭാഗികമായി ജാതി സമവാക്യങ്ങളെ ആശ്രയിച്ചിരിക്കില്ലേ? നോക്കൂ, JDUവിന് എന്ത് സംഭവിക്കും? JDUവിൻ്റെ കോർ വോട്ടർമാർ കൂടെ ഉണ്ടാകും. എവിടെ പോകും? ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ഒരു കാര്യത്തിലാണ്. നിശാന്ത് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരവ് ഉറപ്പാണ്. നിശാന്ത് രാഷ്ട്രീയത്തിൽ എങ്ങനെ സ്വയം പരുവപ്പെടുത്തുന്നു, അദ്ദേഹം എങ്ങനെ പെരുമാറുന്നു, അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെയും പിന്നെ BJP ഇപ്പോൾ അവർ അധികാരത്തിൽ ഡ്രൈവിംഗ് സീറ്റിലായിരിക്കുമെന്നതുകൊണ്ട് JDUവിൻ്റെ വോട്ടർമാരെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതിനെയും ഇത് ആശ്രയിച്ചിരിക്കും. ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. നിതീഷ് കുമാർ ഇപ്പോൾ രാജ്യസഭയിലാണ്, രാജ്യസഭയിലായിരിക്കും. തൻ്റെ മകന് കുറഞ്ഞത് ആദ്യത്തെ കുറച്ച് മാസങ്ങളിലെങ്കിലും ഒരു നിശ്ചിത അളവിലുള്ള പിന്തുണയുണ്ടെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം പിന്നിൽ നിന്ന് നിയന്ത്രിക്കുമോ? ലാലു വ്യക്തമായി മാറി നിൽക്കുകയും തൻ്റെ മകൻ തേജസ്വിക്ക് കടന്നു വരാൻ അവസരം നൽകുകയും ചെയ്തു. ഇവിടെ അദ്ദേഹം മാറി നിന്നിട്ട് ഒരു തരത്തിൽ ഞാനിനി സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, സന്ദേശങ്ങൾ അയച്ചും ആളുകളോട് സംസാരിച്ചും പുറത്തുനിന്ന് തൻ്റെ മകനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുമോ എന്നാണ്. ദുരാബ്, ഇത് വിൽ ഹി എന്നതിൻ്റെ കാര്യമല്ല, അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരും. അതായത് ഇതൊരു ചോയ്സ് അല്ല. തൻ്റെ മകനെ രാഷ്ട്രീയത്തിൽ സെറ്റിലാക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധിത അവസ്ഥയാണ്. അതുകൊണ്ട് നിതീഷ് കുമാറിന് തൻ്റെ മകനെ പിന്തുണയ്ക്കാനും മകനെ രാഷ്ട്രീയത്തിൽ സ്ഥാപിക്കാനും അവനെ തൻ്റെ അണികളുമായി സൗകര്യപൂർവ്വം പരിചയപ്പെടുത്താനും അല്ലാതെ മറ്റൊരു വഴിയുമില്ല. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തൻ്റെ മകനെ സഹായിക്കാൻ അദ്ദേഹം ഒരുതരം ദീർഘദൂര രാഷ്ട്രീയം കളിക്കുമെന്നാണോ? നോക്കൂ, നിതീഷ് കുമാർ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. നിതീഷ് കുമാറിന് മുഖ്യമന്ത്രിയുടെ കസേര നഷ്ടപ്പെട്ടാലും BJP ഇന്ന് അദ്ദേഹത്തെ ഒരു തരത്തിൽ പുറത്താക്കിയാലും പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ നിഴൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഷാഡോ, അത് ബീഹാർ രാഷ്ട്രീയത്തിൽ അടുത്ത ഏതാനും ദശാബ്ദങ്ങളോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. 3 വർഷം മുന്നോട്ട് നോക്കൂ. ബീഹാറിലെ പാർട്ടി സമവാക്യങ്ങളിലെ വിവിധ സമവാക്യങ്ങൾ നിങ്ങൾ എവിടെയാണ് കാണുന്നത്? തീർച്ചയായും നിലവിലെ അവസ്ഥ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ മുഖ്യമന്ത്രി ആരായാലും അയാൾ നിതീഷ് കുമാറിൻ്റെ 10-1 പോലും ആകില്ല. കാരണം നിതീഷ് കുമാറിന് ഒരു അനുഭവ സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് പാർലമെൻ്ററി പൊളിറ്റിക്സിൽ അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം 77 മുതൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. 85-ൽ അദ്ദേഹം ആദ്യമായി MLA ആയി. 89-ൽ അദ്ദേഹം MP ആയി. 2005 നവംബറിൽ അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയായി. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ഉള്ള നേതാവ് ബീഹാറിൽ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി അത്രത്തോളം ചിന്തയുള്ള അങ്ങനെ ഒരു നേതാവിനെ കിട്ടാൻ സാധ്യതയില്ല അദ്ദേഹവുമായി നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. എന്നാൽ ഈ വെല്ലുവിളി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർക്കായിരിക്കും. അതായത് ബീഹാറിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി അവർ ആരെയാണോ നിയമിക്കുന്നത് അദ്ദേഹത്തെ അവർ എങ്ങനെയാണ് ബാക്ക് ചെയ്യുന്നത് എന്നത്, ഇതെല്ലാം ഈ കാര്യങ്ങളെയെല്ലാം ആശ്രയിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു മനീഷ്. ഡീകോഡിൽ നമ്മുടെ ബീഹാറിനെ കുറിച്ചും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള ഈ പ്രത്യേക ചർച്ച തുടരുന്നതായിരിക്കും. ഡീകോഡ് കണ്ടുകൊണ്ടിരിക്കുക.